ഹായ് ഹലോ വെൽക്കം ടു അറിവോള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കൂടെ കിടക്കുകയാണ്. കേട്ടറ്റ് കാറ്റഗറി 1 EVS ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു പ്ലേലിസ്റ്റ് കൂടെ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. EVSന്റെ സിലബസ് എന്താണ് എന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 30 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിൽ 20 മാർക്ക് കണ്ടന്റ് വൈസും 10 മാർക്ക് പെഡഗോജി വൈസും ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഫാമിലി ആൻഡ് വാട്ടർ, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഒന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് വരുന്നത്. ഫാമിലി നമുക്കറിയാം, കൂട്ടുകുടുംബം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതുപോലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ടൈറ്റിലിൻ്റെ ഇതിൻ്റെ മെയിൻ ടോപ്പിക്സിൻ്റെ ടൈറ്റിൽ മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്, അതിൽ ഡീപ്പായിട്ട് പോകുന്നില്ല. പിന്നെ വരുന്ന ടോപ്പിക്ക് ബൈക്കിൽ അഗ്രികൾച്ചർ. ഇതിൽ അഗ്രികൾച്ചർ എന്നുള്ള ഭാഗത്ത് നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് സോയിൽ, അതുപോലെ എർത്ത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ എന്നുള്ള ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ വരുന്നത് പാർപ്പിടം, അതുപോലെ രോഗങ്ങൾ. ഈ രോഗങ്ങൾ എന്നുള്ള ഭാഗത്തുനിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ സബ് ടോപ്പിക്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് സെക്ഷൻ വൈസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞു പോകാത്തത്. എന്തെങ്കിലും ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി എടുക്കുക. പിന്നെ വരുന്നതാണ് ഫുഡ്സ്. ആർട്ടിഫിഷ്യൽ ഏതാണ്, നാച്ചുറൽ ഏതാണ്, എന്തൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ സ്കൂൾ, കോളേജ്, അതുപോലെ കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, പൊതുവായ സ്ഥാപനങ്ങൾ, അതിനൊക്കെ പറ്റിയിട്ടായിരിക്കും അതിൽ ചർച്ച ചെയ്യുന്നത്. ആനിമൽ വേൾഡ്, ആവാസ വ്യവസ്ഥ പറ്റിയിട്ടും അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും പിന്നീട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ കുറേ എനർജികളുണ്ട്. പിന്നെ കുറേ ടൈപ്പ് എനർജികളുണ്ട്, അതിനൊക്കെ പറ്റിയിട്ടായിരിക്കും പിന്നീട് ടോപ്പിക്സ് വരുന്നത് ഈ എനർജി ആൻഡ് ആനിമൽ വേൾഡിൽ. ഈ ഫസ്റ്റ് ഇയർ സെക്ഷനിൽ അധികം ഈ പൊള്ളലേറ്റാൽ അങ്ങനത്തെ രീതിയിലൊക്കെ എന്തൊക്കെ ശുശ്രൂഷയാണ് കൊടുക്കേണ്ടതെന്നോ അത് റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നുള്ളത് പ്ലാന്റ്സ്. പിന്നെ വരുന്നത് നമ്മളെ സോളാർ സിസ്റ്റത്തെ പറ്റിയതും അതുപോലെ നമ്മളെ വായുവിന്റെ പ്രാധാന്യം, വായു മലിനീകരണത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ പ്രകാശം, താപം, ചലനം, ഈ കാര്യങ്ങളൊക്കെ ഈ 20 ടോപ്പിക്സ് ആണ് കണ്ടന്റ് വൈസ് ആയിട്ട് നമുക്ക് കേട്ടറ്റിന് ചോദിക്കുന്നത്. ഇനി വരുന്നതാണ് പെഡഗോജി വൈസ്, അപ്ലിക്കബിൾ ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. ആ ഭാഗം കൂടെ നമുക്ക് നോക്കാം. പെഡഗോജിയിൽ ശാസ്ത്രം, ശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ, ശാസ്ത്ര പഠനത്തിന് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ്. പിന്നെ നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് സയന്റിഫിക് പ്രോസസ്സ്. നമ്മൾ DLED-നാണെന്നുണ്ടെങ്കിലും BEd-നാണെങ്കിലും അത്യാവശ്യം കേട്ടുപരിചയമുള്ള ഒരു ടേം ആയിരിക്കും ഇത്. പിന്നെ ഡിഫറെന്റ് പ്രോസസ് സ്കിൽ, ശാസ്ത്രത്തിന്റെ സവിശേഷതകൾ, സമീപനങ്ങൾ, അതുപോലെ മൂല്യനിർണ്ണയ തന്ത്രങ്ങൾ, അതുപോലെ അധ്യാപന പഠന തന്ത്രങ്ങൾ, അധ്യാപകന്റെ പങ്ക്, അതുപോലെ പഠന സഹായികൾ, പാഠ്യപദ്ധതി വിശകലനം, യൂണിറ്റ് ആൻഡ് പെഡഗോഗി അനാലിസിസ്, ക്രിയാഗവേഷണം, മൂല്യനിർണ്ണയം. സോ ഇത്രയാണ് കേട്ടറ്റിന്റെ EVS സിലബസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ദിസ് ഇസ് അറിവോള ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.